നമസ്കാരം. നമ്മൾ സംസാരിക്കുന്നത് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരെണ്ണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേരെ റിക്വയർമെൻ്റ് ആണ് അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിലേക്ക് ജോയിൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ്. ആ ബ്രിഡ്ജ് ഓൾറെഡി ടൈറ്റാണ്. വേറൊന്നും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൊസീജിയർ എന്നുള്ളതാണ്. ക്യാപിറ്റൽ എത്ര വേണം, പിന്നെ അത് എത്രയാവും, എത്ര ടൈം ഫ്രെയിം, ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾക്ക് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബേസിക്കലി വാറാണ്. മൊത്തത്തിലെ സിറ്റുവേഷൻ എല്ലാം ഒരു ഓപ്ഷൻ ട്രേഡർക്ക് അനുകൂലമല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. മാക്രോ എൻവറോൺമെന്റ് നമ്മൾക്ക് എഗെയിൻസ്റ്റ് ആണ്. എസ്പെഷ്യലി ഓൺ ഓപ്ഷൻ സൈറ്റ്സിൽ പറയുമ്പോൾ പല രീതിയിൽ എനർജി ക്രൈസിസ്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എഗെയിൻസ്റ്റ് ആണ് പൊതുവെ നോക്കുമ്പോൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏഷ്യൻ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഏഷ്യ സേഫാണ്. എസ്പെഷ്യലി ഇന്ത്യ സേഫാണ്. ഇന്ത്യന്റെ ജിയോ പൊളിറ്റിക്സ് നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്തിൽ അനലൈസ് ചെയ്യുമ്പോൾ ഇന്ത്യ ഒരു പരിധിയിൽ സേഫാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ US കോൺഫ്ലിക്റ്റ് എപ്പോൾ അവസാനിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു 5 തൊട്ട് 10 മാസം വരെ സാധനം പോകും. അതിനു മുമ്പ് തീർന്നാൽ, 5 മാസത്തിന് മുമ്പ് സെറ്റിൽമെന്റ് വന്നാൽ അത് വലിയ ഭാഗ്യമാണ്. കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനിയും അതിലേക്ക് പ്ലെയേഴ്സ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്യൂവിലാണ് താനും. അപ്പോൾ ഇത് ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനിയിപ്പോൾ 1 മാസം 2 മാസം കൂടി തീർന്നാൽ തമ്പുരാൻ വലിയവനാണ്, ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഒരു 5 മാസം തൊട്ട് 10 മാസം വരെ അത് പോവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ്റെ അകത്താണ് നമ്മൾ ഈ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിൽ ഓൾറെഡി ഉള്ള ആളുകൾക്ക് യാതൊരു പേടിയും ഭയവും പ്രശ്നങ്ങളില്ല. നമ്മളെ കൂടെ ടിപ്സിലുള്ള ആളുകൾക്കും യാതൊരു ഭയവും പേടിയും ഈ വാർ സിറ്റുവേഷനും എല്ലാം അണ്ടർ കൺട്രോൾഡ് ആണ്. നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല. പിന്നെ അത് മാത്രമല്ല, ആസ് എ പ്രൊഫഷണൽ നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമ്മൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ, ഒരു ചലഞ്ച് ഉണ്ടാവുള്ളൂ, അല്ലേ? എല്ലാം ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന നേരത്ത് വലിയ പെർഫോമൻസിൽ കാര്യമില്ല. എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വേണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം ഓക്കെ വി ക്യാൻ ഡു ദാറ്റ് എന്ന് പറയാനുള്ള കാരണം. ഇനി എത്ര ക്യാപിറ്റൽ വേണം എന്നുള്ളൊരു കോർ ക്വസ്റ്റ്യൻ ഉണ്ട്. മിനിമം 3, മാക്സിമം 5ന്റെ മൾട്ടിപ്പിൾസ് വേണമെങ്കിൽ. 5ന്റെ മുകളിലേക്ക് നമ്മൾ എടുക്കണില്ലേ, കാരണം ഒത്തിരി ആളുകളുണ്ട് റിക്വയർമെന്റ്. അപ്പൊ നമുക്കാണെങ്കിൽ സീറ്റ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത് കൂടുതൽ കൊടുക്കാനും പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, ആളുകൾ റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കൊരു നമ്പർ ഉണ്ട്. അപ്പോൾ 3 lakhs ആണ് മിനിമം ക്യാപിറ്റൽ, 5 ആണ് മാക്സിമം നമ്മൾ പറയുന്നത്. ഇനി റിട്ടേൺ എത്ര കിട്ടും എന്നുള്ളതാണ്. 10 times ആണ് റിട്ടേൺ. അത് 5 ലക്ഷം രൂപ ഒരാൾക്ക് 50 ലക്ഷം രൂപയാണ് ഓഫർ. ഇനി എത്ര നാൾ കൊണ്ട് കിട്ടുന്നൊരു ചോദ്യമുണ്ട്. 5 years ആണ്. നോർമലി ഒരാളെ സംബന്ധിച്ച് 10 വർഷം കൊണ്ട് കിട്ടിയാലും ഒരു ഹാപ്പിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് 5 years ആണ് നമ്മൾ പറയാം, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇപ്പൊ ഞാനീ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണു, 5 lakhs ക്യാപിറ്റൽ 55 year കൊണ്ട് ആവും എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഈ ബിസിനസ്സിൽ പുതിയായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇതിൽ ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ചിലപ്പോൾ ചിന്തിക്കും, എന്താ ഇങ്ങനെ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാനൊരു കാരണം വേണ്ടേ? അതായത് വാറാണ് നടക്കുന്നത്, മാർക്കറ്റിൽ പ്രോബ്ലം ആണ്, നമുക്ക് മനസ്സിലാവുന്നില്ലേ, പ്രശ്നങ്ങളുണ്ട് എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ വേണ്ടേ? അപ്പോഴല്ലേ നമുക്ക് നിർത്തേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഹൈ ക്ലാരിറ്റിയാണ്.
അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? നമ്മൾ സാധനം ഇപ്പോൾ 5.50 ആവും 5 വർഷം കൊണ്ടെന്ന് പറയുമ്പോൾ അത് ആവോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആവാതിരിക്കാനുള്ളൊരു സാഹചര്യം ഇന്നിവിടെ ഇല്ല. നമ്മൾ നോക്കുമ്പോൾ അതാവില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിനൊരു റീസൺ വേണം. ഇന്ന കാരണങ്ങൾ കൊണ്ട് അതാവില്ല. പക്ഷെ അങ്ങനത്തെ റീസൺ ഞാൻ നോക്കിയിട്ട് കാണാനില്ല. പിന്നെ എനിക്കതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? എന്നെ സംബന്ധിച്ച് വെൽ ക്ലാരിറ്റിയാണ്, മാർക്കറ്റ് ക്ലീൻ ആണ്, മാർക്കറ്റിന് യാതൊരു ഇഷ്യൂസും ഇല്ല, പെർഫെക്റ്റ്ലി ഇറ്റ്സ് എന്താ പറയാ മെട്രിക്സ് റെസ്പെക്ട് ചെയ്ത് പോകുന്നു, അടിപൊളിയാണ്, മാർക്കറ്റിന് യാതൊരു പ്രോബ്ലം ഇല്ല, മാർക്കറ്റ് എല്ലാം നമുക്ക് മുമ്പേ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. അപ്പൊ എന്തുകൊണ്ട് ഇത് ആവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു സാധനം ഇന്നും ഇവിടെ ഇല്ല, നിലവിൽ സാഹചര്യം ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് 100% ആ സാധനം ആവും, ഒരു സംശയ കാര്യത്തിലില്ല. മനസ്സിലായില്ലേ? ഇനി ഡൗൺ സൈഡിലേക്ക് എത്ര % ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുക, നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷനിലേക്ക് 1%. മുകളിലോട്ട് എത്ര % ചാൻസ്? 99%. സേഫ് അല്ലേ? ഇതാണ് സംഗതി. അപ്പോൾ വേറിനി 10 months മുന്നോട്ട് പോവേ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അതിനെ കുറിച്ച് ബോധേഡ് അല്ല, ലീസ്റ്റ് ബോധേഡ് ആണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. മനസ്സിലായില്ലേ? നമ്മുടെ സൈറ്റിൽ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യത്തിൽ 100% നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ 10-fold ആവുകയും ചെയ്യും. കാര്യങ്ങൾ പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടിപ്സ് ഉണ്ട്, ടിപ്സ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സെയിം ടിപ്പിൽ ചെയ്യുന്ന സാധനം തന്നെയാണ് നമ്മൾ അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിലും യൂസ് ചെയ്യുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയമില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ദർ, അക്കൗണ്ട് ഹാൻഡ്ലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ചോദ്യമുണ്ട്, നമ്മളുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ്, ഇവിടെ എല്ലാ ആളുകളും നമ്മൾ പഠിപ്പിക്കാൻ വരുമ്പോഴാണെങ്കിൽ എന്തിനായാലും ബ്രോക്കർ അഫിലിയേഷൻ ഉണ്ടാവും. അപ്പോൾ അവരെ അഫിലിയേറ്റഡ് ബ്രോക്കറിലൂടെ ചെയ്യണം എന്ന് പറയും, ഒരു നിർബന്ധം പറയും, കാരണം അവർക്ക് കമ്മീഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രോക്കറേജിന്റെ ഒരു 70% അവർക്കുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. ഇപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ അഫിലിയേറ്റഡ് ബ്രോക്കർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ എന്നാണ്. നമുക്ക് അഫിലിയേറ്റഡ് ബ്രോക്കേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ബ്രോക്കർ കമ്മീഷൻസ് ഒന്നുമില്ല. നമ്മൾ പ്യുവർ ട്രേഡ് മാത്രമേ ഉള്ളൂ. അഫിലിയേറ്റഡ് ബ്രോക്കേഴ്സോ അങ്ങനെ ഞങ്ങളുടെ ബ്രോക്കറിലൂടെ ചെയ്യണമെന്ന് പറഞ്ഞ സെറ്റപ്പോ ഒന്നുമില്ല. അങ്ങനത്തെ യാതൊരു സംഗതിയും ഇല്ല. ഞങ്ങൾ പെർഫെക്റ്റ്ലി മാർക്കറ്റ് ഓറിയന്റഡ് ആണ്, ട്രേഡ് ആണ്, സംഗതിയാണ്. ഏതാണ് ഇൻസ്ട്രുമെന്റ്? നിഫ്റ്റിയാണ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, മനസ്സിലായി കാണുന്നു വിചാരിക്കണം. ഓക്കെ, ബൈ.